ദാമ്പത്യ ജീവിതത്തിൽ അധികം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരു ഭർത്താവ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നോർമലി പല ആൾക്കാരിലും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് പല രീതിയിലുള്ള ട്രെയിനിങ്സ് അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പല എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്, പല ആളുകൾ അവരെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും അവരുടെ ജീവിതത്തിൽ പല രീതിയിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി ഓരോ ദിവസം കൂടുതലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഭാര്യൻ്റെ കേസിലൊക്കെ വരുമ്പം ഭാര്യ ഹൗസ് വൈഫായിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുന്ന സാഹചര്യമാണ് പല വീടുകളിലും കാണുന്നത്. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെ ചുറ്റുപാടുകളിന് വേണ്ടി മാത്രമായിട്ട് ഒതുങ്ങുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഭർത്താവ് റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, ഭാര്യ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ആളുടെ ബിസിനസ് എല്ലാം കൂടി വരുമ്പം സ്വാഭാവികമായിട്ടും ആൾക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടാവും. ഭാര്യനോട് സംസാരിക്കുന്നതിൽ, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിൽ, ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതിൽ പല കാര്യങ്ങൾ ആൾക്ക് ലിമിറ്റേഷൻസ് വരും. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ തിരക്കുകളെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ഭാര്യനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഭാര്യ സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭാര്യ ഭർത്താവ് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറയും, പല പരാതികളുമായിട്ട് വരും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആ ബിസിനസ്സിനെ കുറിച്ച് കൃത്യമായ ധാരണ ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ഷെയർ ചെയ്യണം, എല്ലാ കാര്യവും നമ്മൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ അവരെ ഏതൊക്കെ പ്രോഗ്രാമിന് കൊണ്ടുപോകാൻ പറ്റുമോ, ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കൊണ്ടുപോയി, നമ്മൾ ഷോപ്പാവട്ടെ ബിസിനസ് ആവട്ടെ അതെല്ലാം ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് കഴിയുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഭാര്യനെ കൂടെ കൂട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, ഭാര്യ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ പിന്നാലെയെങ്കിലും ഭാര്യ വരുന്ന സാഹചര്യം ഉണ്ടാവണം. അപ്പം എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, ഭാര്യയ്ക്ക് നിങ്ങളുടെ തിരക്കുകൾ മനസ്സിലാക്കാനും വിവേകത്തോടു കൂടെ നിങ്ങളോട് പെരുമാറാനും ഭാര്യ തയ്യാറാവും എന്നുള്ളതാണ്. ഇത് ഭർത്താക്കന്മാരെ ശ്രദ്ധിച്ചാൽ വലിയൊരു പ്രോബ്ലം നമുക്ക് വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാൻ പറ്റും.